ഹലോ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നതൊരു ഇഡ്ഡലി കഥയാണ്. ഈ ഇഡ്ഡലീൻ്റെ ഹൈലൈറ്റിൻ്റെ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു ഈ ഇഡ്ഡലി. ഞാൻ ആദ്യമായിട്ടാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. ആദ്യം അരിയും അറിയാമല്ലോ, ഈ സാധനങ്ങളൊക്കെ കഴുകി കുതിർത്തി വെച്ചിട്ടാണ്. അതിന് ശേഷം കുതിർത്തി വെച്ചിട്ട് ഒരു 4-5 മണിക്കൂറോളം അത് കിടന്ന് ആവട്ടെ. പൊതിർന്നതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ടിട്ട് എല്ലാം കൂടെ വല്ലാണ്ട് ഫൈനാക്കണ്ട, അങ്ങനെ അരച്ചെടുക്കാം. അങ്ങനെ അരച്ചെടുക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നല്ലോണം ഒരു പൊന്തി വരുമല്ലോ, അതിന് മാത്രം വലിപ്പമുള്ളൊരു പാത്രത്തിലാക്കിയിട്ട് ഉപ്പിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് അടച്ചു വയ്ക്കാം. ഇത് രാത്രിയാണ് ചെയ്യേണ്ടത്. രാവിലെയാണ് ചുടുന്നതെന്നുണ്ടെങ്കിൽ രാത്രി ഇങ്ങനെ ചെയ്യാം. അങ്ങനെ അടച്ചു വെച്ച് പിറ്റേന്ന് രാവിലെ തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ പൊന്തി വന്നതുകൊണ്ട് എൻ്റെ പരീക്ഷണം വിജയിച്ചു എന്ന് ഞാൻ കരുതി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇഡ്ഡലി ചുട്ട് നോക്കാൻ നിൽക്കുന്നത്. ചുട്ട് നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല, ചുട്ട് കഴിഞ്ഞ് അസലായിട്ട് നല്ല സ്പോഞ്ച് പോലെയൊക്കെ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നില്ല, പറിച്ചിട്ടും വലിച്ചിട്ടൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്നാലും കുഴപ്പമില്ലാണ്ട് നമ്മൾ തണുക്കാൻ വെക്കണം, എന്നാലാണ് അത് കിട്ടുകയെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ നല്ല സോഫ്റ്റ് ചട്ടിയിൽ നിന്ന് കിട്ടാത്ത ഇഡ്ഡലി ഉണ്ടാക്കി. ചെറിയ ഇഡ്ഡലി ചുട്ട് സമയം കളയാനില്ലാത്തതുകൊണ്ട് ഞാൻ വലിയൊരു പാത്രത്തിൽ ഇഡ്ഡലി ഉണ്ടാക്കി. അങ്ങനെ ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തി റെഡി.